എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ തോട്ടത്തിലെ തേനീച്ചപ്പെട്ടിയിലൊന്നാണിത്. വേറെ തേനീച്ചപ്പെട്ടികളും ഉണ്ട്. ഇത് നമ്മൾ തുറന്നു നോക്കുകയാണ്. ഇത് തുറന്നിട്ടിപ്പോൾ ഒരു ആറ് മാസമായി. ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളെന്ന് നമുക്കത് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകാം. കണ്ടോ ഗൈസ്, അവർ ഭക്ഷണം തേടി കണ്ടുപിടിച്ച് അവർ കൂട്ടിക്കൊണ്ട് ശേഖരിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ തോട്ടത്തിലെ തേനീച്ചപ്പെട്ടിയാണ്. ഇവർ ഭയങ്കര പ്രവർത്തനങ്ങളാണ് കേട്ടോ. കണ്ടോ, ഇനി നമുക്കിത് തുറന്നു നോക്കാം. ഇത് എൻ്റെ ഉള്ളിൽ എന്താണ് അവസ്ഥയെന്നല്ലേ. അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റി നോക്കാം അല്ലേ. മൊത്തം പൊടിയാണേ. നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് എന്നാ സംഭവം. ഇത് അയച്ചിട്ട് കുറേ നാളായി. അതിൻ്റെ ഒരു പൊടിയും ഇതൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പം നമുക്ക് ഇത് തുറന്നു നോക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ അവസ്ഥയെ നമുക്ക് കാണാം അല്ലേ കൂട്ടുകാരെ. ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ. നമുക്കിതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നോക്കാമേ. ഇതിനകത്തൊന്നുമില്ല കേട്ടോ. കാണുന്നുണ്ടോ? ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് റാണീനെ കണ്ടുപിടിക്കണം. ഇതിൻ്റെ അകത്ത് റാണി ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. ഇതിൻ്റെ അകത്ത് റാണീനെ നമുക്ക് ഉണ്ടോ എന്ന് നോക്കാമേ. പക്ഷെ നമ്മുടെ ഇതുവരെ ഒരു ഈച്ച പോലും കുത്തിയില്ല കേട്ടോ. ഇത്ര നോക്കിയിട്ട് നമ്മുടെ ഒരു വിജയമാണ് കൂട്ടുകാരെ. നമുക്ക് റാണീനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഈച്ചകളൊക്കെ അതുകൊണ്ടോ പറന്ന് വലിയ വയലൻ്റ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് അടച്ചേക്കാം. റാണീനെ നമുക്ക് കാണാം. ഇത് മൊത്തം ഇളക്കി മാറ്റണം. ഇപ്പം തന്നെ ഈച്ച ഇച്ചിരി വയലൻ്റ് ആയിട്ടുണ്ട്. ഒരു കൊത്ത് കിട്ടിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് അടച്ച് നമുക്ക് ഇതിനെ സേഫാക്കി ഇവിടെ തന്നെ വെച്ച് നമുക്ക് പോയേക്കാം.